മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രഭേയം വിളക്കിത സാവധാനമണിയം കൊളുത്തുന്നേ. 92ാമത് ശിവഗിരി തീർത്ഥാടന കാലത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് നടന്ന സമ്മേളനം മന്ത്രി കമ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. തൊണ്ണൂറ്റിരണ്ടാമത് ശിവഗിരി തീർത്ഥാടനം സമുചിതമായി ആഘോഷിക്കുമ്പോൾ ഗുരുദേവൻ ഉപദേശിച്ച തീർത്ഥാടന ലക്ഷ്യങ്ങളെക്കാൾ ഉപരി ധാരാളം ശതാബ്ദി വർഷങ്ങളുടെ നിറവിലാണ് ഈ വർഷത്തെ തീർത്ഥാടനം കടന്നു പോകുന്നത്. ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവ മതസമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം രാജ്യത്തിൻ്റെ അതിർത്തികളെല്ലാം വിട്ട് ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുമ്പോൾ നാനാ ജാതി മതസ്ഥരായ എല്ലാ മനുഷ്യ സ്നേഹികളും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്തായ സന്ദേശം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മഹത്തായ സന്ദേശം ലോക ജനത ഹൃദയത്തിലേറ്റുമ്പോൾ 92ാമത് ശിവഗിരി തീർത്ഥാടനവും അഭിമാനത്തിൻ്റെ നിറവിലാണ് കടന്നു വന്നിരിക്കുന്നത്. ഗുരുധർമ്മ പ്രചാരണ സഭയുടെ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമികൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ചു. ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനമായി പ്രചാരം നേടി. ലോക ചരിത്രത്തിൽ അറിവിൻ്റെ തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം മാത്രമാണ്. ഭാരതത്തിൽ മറ്റ് തീർത്ഥാടനങ്ങൾ ഏറെയുണ്ട്. ആ തീർത്ഥാടനങ്ങളിലൊക്കെ സർവ്വസാധാരണമായിട്ടുള്ളത് ഭക്തജനങ്ങൾ അവിടെ എത്തുന്നു, തീർത്ഥത്തിൽ അടനം ചെയ്യുന്നു, നദിയിലോ കുളത്തിലോ ഒക്കെ കുളിക്കുന്നു, അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുന്നു, തീർത്ഥവും പ്രസാദവും വാങ്ങി പൂജകളൊക്കെ നടത്തി അനുഗ്രഹീതരായി അവർ മടങ്ങുന്നു. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തീർത്ഥാടനങ്ങളെല്ലാം ഇങ്ങനെയാണ്. എന്നാൽ ശിവഗിരി തീർത്ഥാടനം ഇതിൽ നിന്നും തുലോം വ്യത്യസ്തമായിരിക്കുന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പ്രത്യേകമായി തീർത്ഥത്തിൽ, കുളത്തിൽ അല്ലെങ്കിൽ നദിയിൽ കുളിച്ച് തീർത്ഥാടകരാകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ശുചിയായി കുളിച്ച് വൃത്തിയായിട്ട് തന്നെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരും. ഇവിടെ ക്ഷേത്ര ദർശനമുണ്ട്. ശാരദാമഠത്തിലും വൈദിക മഠത്തിലും മഹാസമാധി സന്നിധാനത്തിലുമൊക്കെ തൊഴുത് ഭജിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ജീവിതത്തിൽ പുണ്യം നേടാനാണ്. പക്ഷെ അതുകൊണ്ടായില്ല. ജീവിത വിജയത്തിന് ആവശ്യമായ അറിവ് സമ്പാദിക്കണം. അതിനാണ് ഗുരുദേവൻ 8 കാര്യങ്ങൾ ഉപദേശിച്ചത്. ഈ 8 കാര്യങ്ങളെക്കുറിച്ച് പരിചിന്തനം ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരു മഹാനായ രാക്ഷമീമാംസകനായി മാറുകയാണ്. ഒരു രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ 8 വിഷയങ്ങളിലുണ്ട്. ഗുരുദേവനെ മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവായും വിപ്ലവകാരിയായും സ്വതന്ത്ര ചിന്തകനായും യുക്തിചിന്തകനായും മതപരിഷ്കർത്താവായും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെല്ലാം ഉപരിയായി മഹാദാർശനികനും
അധ്യാത്മഗുരുവും ഈശ്വര സ്വരൂപനുമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ തീർത്ഥാടന ലക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രാജ്യം കണ്ട ഏറ്റവും മഹാനായ രാക്ഷമീമാംസകനായിട്ടാണ്. ശ്രീനാരായണ ധർമ്മസംഘം ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തി. ധർമാനന്ദ സ്വാമികൾ, വർക്കല മുനിസിപ്പൽ കൗൺസിലർമാരായ രാഗി, എസ് സതീശൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. 92ാമത് ശിവഗിരി തീർത്ഥാടന ജോയിന്റ് സെക്രട്ടറി വീരജാനന്ദഗിരി സ്വാമികൾ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. ബീക്കൺ ന്യൂസ്, വർക്കല.